2022 നവംബർ മാസം. ഡൽഹി പോലീസിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് രാജ്യം മുഴുവനും ഞെട്ടിച്ചു. മാസങ്ങളായി കാണാതായ ഒരു യുവതി, അവളുടെ തിരോധാനത്തിന് പിന്നിലെ യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. പക്ഷേ ഈ കഥയുടെ തുടക്കം ഒരു കുറ്റകൃത്യത്തിൽ നിന്നായിരുന്നില്ല, ഒരു ഡേറ്റിംഗ് ആപ്പിലെ ഒരു മാച്ചിൽ നിന്നായിരുന്നു. നമസ്കാരം, നിങ്ങൾ കാണുന്നത് ക്രൈം ഡീകോഡ് മലയാളം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ശ്രദ്ധാ വാക്കർ കേസിൻ്റെ മുഴുവൻ കഥയാണ്. ഈ വീഡിയോയിലെ വിവരങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വന്ന വിവരങ്ങളും കോടതി രേഖകളും വിശ്വസനീയമായ വാർത്താ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ആരായിരുന്നു ശ്രദ്ധാ വാക്കർ? നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ല, അവിടെയാണ് ശ്രദ്ധ ജനിച്ചതും വളർന്നതും. പഠനം പൂർത്തിയാക്കിയ ശേഷം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്നു. സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു അവർ. യാത്രകൾ, പുതിയ അനുഭവങ്ങൾ, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കൽ, ഇതൊക്കെയായിരുന്നു അവൾക്ക് ഇഷ്ടം. ആ സമയത്താണ് അവളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വന്നത്. അങ്ങനെയിരിക്കെ 2019 ശ്രദ്ധ ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെയാണ് അവൾ അഫ്താബിനെ പരിചയപ്പെടുന്നത്. അഫ്താബ് അമീൻ പൂനാവാല എന്നായിരുന്നു അയാളുടെ മുഴുവൻ പേര്. ആദ്യ ദിവസം സാധാരണ ഒരു സംഭാഷണം, പിന്നീട് ദിവസേനയുള്ള ചാറ്റുകൾ, അതിനുശേഷം നേരിൽ കണ്ടുമുട്ടലുകൾ. ദിവസങ്ങൾ കഴിയുന്തോറും ആ പരിചയം ഒരു പ്രണയബന്ധമായി മാറി. സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ച ചിത്രങ്ങൾ നോക്കിയാൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു യുവദമ്പതികളായിരുന്നു അവർ. ഒരുമിച്ചുള്ള യാത്രകൾ, പിറന്നാൾ ആഘോഷങ്ങൾ, ചിരികൾ, അതിലെല്ലാം അവരുടെ പ്രണയമുണ്ടായിരുന്നു. പക്ഷെ ഓരോ ചിത്രത്തിനും പിന്നിൽ ക്യാമറയിൽ പതിയാത്ത ഒരു ജീവിതവും ഉണ്ടാകും. അങ്ങനെയിരിക്കെ അവർ തമ്മിലുള്ള പ്രണയബന്ധം വീട്ടിലറിയാൻ സാഹചര്യമുണ്ടായി. ശ്രദ്ധയുടെ കുടുംബം ഈ ബന്ധത്തെ അംഗീകരിച്ചില്ല. ഈ ബന്ധത്തെ ചൊല്ലി കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ശ്രദ്ധ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവസാനം ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ആദ്യം മുംബൈയിൽ, പിന്നീട് ജോലി സംബന്ധമായ കാരണങ്ങളാൽ ഡൽഹിയിലേക്ക് താമസം മാറി. അവരുടെ പുതിയ വിലാസം ഡൽഹിയിലെ മെഹ്റൗലി എന്ന നഗരമായിരുന്നു. പുതിയ നഗരവും പുതിയ ജീവിതവും അങ്ങനെ ഒരു പുതിയ തുടക്കത്തിന് സാക്ഷ്യം കുറിച്ചു. ആദ്യ മാസങ്ങളിൽ ജീവിതം സാധാരണ രീതിയിലായിരുന്നു. ജോലി, വീട്ടുജീവിതം, ഒരുമിച്ചുള്ള സമയം, അങ്ങനെ എല്ലാം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നിയിരുന്നു. എന്നാൽ കാലം കടന്നു പോകും തോറും ആ ബന്ധത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അന്വേഷണത്തിൽ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ശ്രദ്ധ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആയിരുന്നു. ആ പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ചില പ്രണയകഥകൾ വിവാഹത്തിൽ അവസാനിക്കും, ചിലത് വേർപിരിയലിൽ. പക്ഷേ ഈ പ്രണയകഥ ഇന്ത്യയുടെ ക്രിമിനൽ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു കേസായി മാറി. ഡൽഹിയിലെ ആ ഫ്ലാറ്റിൽ എന്താണ് സംഭവിച്ചിരുന്നത്? ബന്ധത്തിൽ എന്തുകൊണ്ടാണ് വിള്ളലുകൾ ഉണ്ടായത്? ശ്രദ്ധ ഈ ബന്ധത്തിനൊരു സ്ഥിരത വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അവൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ ഇരുവരും ഒരേ അഭിപ്രായത്തിലല്ലായിരുന്നു എന്നായിരുന്നു വിവരങ്ങൾ സൂചിപ്പിച്ചത്. ഈ വിഷയത്തെ ചൊല്ലി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ശ്രദ്ധ തൻ്റെ കുടുംബവുമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. എങ്കിലും അച്ഛൻ വികാസ് വാക്കർ ഇടയ്ക്കിടെ മകളെ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതേസമയം ശ്രദ്ധയുടെ സുഹൃത്തുക്കളും അവളുമായി സംസാരിക്കുമായിരുന്നു. പക്ഷേ 2022 മെയ് മാസത്തോടടുക്കുമ്പോൾ ഒരു മാറ്റം അവർ ശ്രദ്ധിച്ചു. ശ്രദ്ധയുടെ പ്രതികരണങ്ങൾ കുറയാൻ തുടങ്ങി. വിളികൾക്ക് മറുപടി ലഭിക്കുന്നില്ല, മെസ്സേജുകൾക്കും പതിവ് പോലുള്ള മറുപടിയില്ല. എന്നിരുന്നാലും ചില സന്ദേശങ്ങൾ ഇടയ്ക്കിടെ വന്നുപോയിരുന്നു. അവ മുമ്പത്തെ ശ്രദ്ധയുടെ ശൈലിയോട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള കാര്യം അവർ ശ്രദ്ധിച്ചു. ആദ്യം എല്ലാവരും കരുതിയിരുന്നത് അവൾ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യമായ കുറച്ച് സമയം ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷെ ദിവസങ്ങൾ കടന്നുപോയിട്ടും സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ശ്രദ്ധയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവളുടെ അച്ഛൻ്റെ മനസ്സിൽ ഭയം കൂടിക്കൂടി വന്നു.
അതോടെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. താൻ ഡൽഹിയിലേക്ക് പോകുകയാണ്. ആ തീരുമാനം ഈ കേസിൻ്റെ ഗതി തന്നെ മാറ്റി. ഡൽഹിയിലെത്തിയ ശ്രദ്ധയുടെ അച്ഛനെ കാത്തിരുന്നത് കുറച്ച് ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ശ്രദ്ധ എവിടെയാണ്? എന്തുകൊണ്ട് അവൾ ആരെയും ബന്ധപ്പെടുന്നില്ല? അവസാനം അവളെ കണ്ടത് ആരായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയായിരുന്നു അവസാനം ഡൽഹി പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ചെന്നെത്തിയത് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു കേസിൻ്റെ ചുരുളഴിക്കാൻ പോവുകയായിരുന്നു. ആ പരാതി ആദ്യം ഒരു സാധാരണ മിസ്സിംഗ് കേസ് മാത്രമായിരുന്നു. പക്ഷേ അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം പരിശോധിച്ചത് ശ്രദ്ധയെ അവസാനമായി ജീവനോടെ കണ്ടത് ആരായിരുന്നു എന്നാണ്. ആ ഉത്തരം ചെന്നെത്തിയത് അഫ്താബിലേക്കായിരുന്നു. പോലീസ് അഫ്താബിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ശ്രദ്ധയുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ, കോൾ റെക്കോർഡുകൾ, ബാങ്ക് ഇടപാടുകൾ, ഡിജിറ്റൽ ലൊക്കേഷൻ വിവരങ്ങൾ എല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിച്ചു. അന്വേഷണം മുന്നോട്ട് പോകുന്തോറും ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചില വിവരങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല. പുതിയ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലീസ് ഓരോ ചെറിയ വിവരവും പരിശോധിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഫ്ലാറ്റിൽ ഒരു പുതിയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അസാധാരണ വലിപ്പമുള്ളൊരു ഫ്രിഡ്ജ്. വീട്ടിലെ വെള്ളത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലും അവർക്ക് സംശയമുണ്ടായിരുന്നു. ഓൺലൈൻ ഫുഡ് ഡെലിവറി രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ഗൂഗിൾ ലൊക്കേഷൻ ഹിസ്റ്ററി, അങ്ങനെ ഒന്നൊന്നായി ഈ കേസിൻ്റെ ചിത്രം മാറി തുടങ്ങി. വ്യക്തമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഫ്താബ് അമീൻ പൂനാവാലയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലിൽ അഫ്താബ് സത്യം തുറന്നു പറഞ്ഞു. അത് കേട്ടിരുന്ന ശ്രദ്ധയുടെ അച്ഛൻ വികാസ് വാക്കർ ബോധരഹിതനായി വീണു. തൻ്റെ മകളോട് ചെയ്ത വലിയ ക്രൂരത, അതിൻ്റെ ആഴം എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശ്രദ്ധയുടെ അച്ഛൻ ആകെ തകർന്നുപോയി. അഫ്താബിൻ്റെ തുറന്നു പറച്ചിലിനോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരുടെയും പങ്ക് നിർണായകമായി. സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചു. ഡിജിറ്റൽ വിവരങ്ങൾ, ഫോറൻസിക് പരിശോധനകൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ച മറ്റു തെളിവുകൾ എന്നിവയെല്ലാം ചേർന്നാണ് കേസ് മുന്നോട്ട് പോയത്. ചുരുക്കത്തിൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതനുസരിച്ച് സംഭവം ഇങ്ങനെയായിരുന്നു. ലിവിങ് ടുഗദർ ബന്ധം മുന്നോട്ടു പോകുമ്പോൾ ശ്രദ്ധ അഫ്മാനോട് വിവാഹം ഉടൻ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുകയും വഴക്കുകൾ പതിവായി തീരുകയും ചെയ്യുന്നു. ഒരിക്കൽ വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ അഫ്താബ് ശ്രദ്ധയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഷെഫായിരുന്ന അഫ്താബ് തൻ്റെ കൈവശമുള്ള വലിയ കത്തി ഉപയോഗിച്ച് മൃതദേഹം 35 കഷ്ണങ്ങളാക്കുന്നു. എങ്ങനെയാണ് ബോഡി കട്ട് ചെയ്യേണ്ടത് എന്നും ബ്ലഡ് സ്റ്റെയിൻ എങ്ങനെ നശിപ്പിക്കണമെന്നും ഗൂഗിളിൻ്റെ സഹായം തേടി. അങ്ങനെ ഫ്ലോർ ക്ലീനറും മറ്റും ഉപയോഗിച്ച് തറ വൃത്തിയാക്കുകയും ബോഡി പാർട്സ് കറുത്ത പോളിത്തീൻ കവറിലാക്കുകയും ചെയ്തു. മൃതദേഹം സൂക്ഷിക്കാനായി വലിയൊരു ഫ്രിഡ്ജ് തന്നെ അയാൾ വാങ്ങി. ബോഡി പാർട്സ് ഓരോരോ കവറുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഫ്ലാറ്റിൽ എത്തിയിരുന്ന അഫ്താബ് വെളുപ്പിന് 2 മണിക്ക് ജോഗിങ്ങിനായി ഇറങ്ങും, ഒരു പോളിത്തീൻ കവറുമായി. പോകുന്ന വഴിയിലുള്ള വിജനമായ സ്ഥലങ്ങളിലും വനപ്രദേശങ്ങളിലും മൃതദേഹത്തിൻ്റെ പാർട്സ് അടങ്ങിയ കവർ ഉപേക്ഷിക്കും. എന്നാൽ അപ്പോഴും തല മുറിച്ച് സൂക്ഷിച്ചിരുന്ന കവർ അയാൾ അവസാനമാണ് ഉപേക്ഷിച്ചത്. എല്ലാ ദിവസവും അയാൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ആ കവർ എടുത്ത് നോക്കുമായിരുന്നു. അതിൽ നിന്നും എത്രത്തോളം ക്രൂരനാണ് അയാൾ എന്ന് നമുക്ക് മനസ്സിലാകും. ഇതേ സമയം തന്നെ ശ്രദ്ധയെ പരിചയപ്പെട്ട അതേ ഡേറ്റിംഗ് ആപ്പിൽ നിന്നും മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയും പ്രണയത്തിലാവുകയും ചെയ്തു. ശ്രദ്ധയുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് പലതവണ ആ പെൺകുട്ടിയെ അയാൾ കൊണ്ടുവന്നിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആ റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. അന്വേഷണം പൂർത്തിയായതിനെ തുടർന്ന് കേസ് കോടതിയിലെത്തി. അന്വേഷണത്തിൽ ശേഖരിച്ച തെളിവുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും കോടതിയിൽ അവതരിപ്പിക്കുന്ന നിയമ നടപടികൾ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധ വാക്കർ കേസിൽ അന്തിമ കോടതി വിധി പ്രഖ്യാപിച്ചിട്ടില്ല. കേസ് ഇപ്പോഴും വിചാരണ ഘട്ടത്തിലാണുള്ളത്. കോടതിയിൽ സാക്ഷിമൊഴികളും മറ്റു തെളിവുകളും പരിശോധിക്കുന്ന നടപടികൾ തുടരുകയാണ്.
ഈ കേസ് ഒരു കാര്യമാണ് വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ഓൺലൈൻ ഇടപാടുകൾ ഇവയെല്ലാം ഒരു അന്വേഷണത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. ചിലപ്പോൾ ഒരു കേസിൻ്റെ യഥാർത്ഥ ചിത്രം സാക്ഷിമൊഴികളേക്കാൾ വ്യക്തമായി പറയുന്നത് ഡിജിറ്റൽ തെളിവുകളായിരിക്കും. ഈ കേസ് നിരവധി ചർച്ചകൾക്കാണ് വഴിവെച്ചത്. നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിരന്തരം ഭയമോ സമ്മർദ്ദമോ ഒറ്റപ്പെടലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. വിശ്വസിക്കുന്ന ആളുകളുമായി സംസാരിക്കുക. കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ പൂർണ്ണമായും അകറ്റി നിർത്താതിരിക്കുക. സഹായം ആവശ്യമെങ്കിൽ അത് തേടാൻ മടിക്കരുത്. ഓരോ കുറ്റാന്വേഷണ കഥയും നമുക്കൊരു പാഠം നൽകുന്നു. ചില കേസുകൾ നിയമപുസ്തകങ്ങളിൽ മാത്രം അവസാനിക്കുന്നില്ല. അവ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ വർഷങ്ങളോളം ജീവിക്കും. ശ്രദ്ധാ വാക്കർ കേസും അത്തരത്തിലൊരു കേസാണ്. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിലൂടെ പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ കുറ്റാന്വേഷണ കഥകൾക്കായി ക്രൈം ഡീകോഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു യഥാർത്ഥ കേസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.